പാനൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതികളുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് വാദിക്കുന്നതിനിടെ മരിച്ച ഷെറിലിന്റെ വീട്ടിലെത്തി CPM നേതാക്കൾ. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം A. അശോകനുമാണ് എത്തിയത്. ഷെറിൽ CPM പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ പ്രതിയാണെന്നായിരുന്നു പാർട്ടിയുടെ അന്നത്തെ വാർത്താക്കുറിപ്പ്. അതിനിടെ കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ബോംബ് സ്ക്വാഡ് പരിശോധന തുടരുന്നുണ്ട്. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഫെലിക്സ്, ഇപ്പോഴും കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ. ഈ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറയുകയും എന്നാൽ ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് ഇപ്പോഴത്തെ പാർട്ടി നിലപാട് എന്നത് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? മോത്തി, കഴിഞ്ഞ ദിവസമാണ് പാനൂരിൽ ഈ പറയുന്ന ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ആ കേസിലാണ് ആ മരിച്ച ഷെറിൻ്റെ മൃതദേഹം ഇന്നലെ വീട്ടിലെത്തിച്ചു. പുത്തൂരിലെ വീട്ടിലാണ് എത്തിച്ചത്. എന്ന് തുടർന്ന് സംസ്കാരം അടക്കമുള്ള നടപടികൾ ഉണ്ടായി. ഇതിനു മുൻപ്, അതായത് മൃതദേഹം വീട്ടിലെത്തുന്നതിന് മുൻപാണ് ഈ CPMൻ്റെ മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തിയത്, അതായത് ഷെറിൻ്റെ വീട്ടിലെത്തിയത്. ഒന്ന് CPMൻ്റെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ, ഒപ്പം തന്നെ പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം A. അശോകൻ നേരത്തെ BJPയിൽ നിന്നും CPMലേക്ക് വന്ന വ്യക്തിയാണ്. ഇങ്ങനെയുള്ള നേതാക്കളാണ് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത്. മറ്റ് നേതാക്കളും CPMൻ്റെ മറ്റ് നേതാക്കളും ഈ സംസ്കാര ചടങ്ങിൽ ആ വീട്ടിൽ പോവുകയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ CPM വ്യക്തമാക്കിയത് ഈ ഷെറിനടക്കം ഇതിലെ ബോംബ് നിർമ്മിച്ച പ്രതികളിൽ പ്രധാനികളായ ഷെറിനും ഒപ്പം തന്നെ വിനീഷും CPM പ്രവർത്തകരെ തന്നെ മർദ്ദിച്ച സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരെ പാർട്ടി തള്ളിപ്പറയുന്നത് എന്നതാണ്. അതായത് പാർട്ടി പരസ്യമായി ബോംബ് നിർമ്മിച്ചവരെ തള്ളിപ്പറഞ്ഞു എന്നതായിരുന്നു പാനൂർ ഏരിയ കമ്മിറ്റി വ്യക്തമാക്കിയത്. അങ്ങനെ അവർ വ്യക്തമാക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ ബോംബ് നിർമ്മിച്ച ആളുകൾ നേരത്തെ CPM പ്രവർത്തകരെ തന്നെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തങ്ങൾ പാർട്ടി ഇവരെ പരസ്യമായി തള്ളിപ്പറഞ്ഞു എന്നതാണ് MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളും വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ ഇവരുമായി നേരത്തെയും ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഒക്കെ തന്നെ സ്ഫോടനം നടക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തവർക്ക് പിന്നീട് പാർട്ടി പല രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു നൽകുന്നു എന്നൊരു ആക്ഷേപം പ്രത്യേകിച്ചും BJPയുടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഇതുപോലെ തന്നെ സമാനമായി കൈ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ മരണപ്പെടുകയും ചെയ്തവർക്ക് വലിയ രീതിയിലുള്ള സഹായം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉയരുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ ഉള്ള ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരമൊരു ആരോപണമാണ് ഏതായാലും കോൺഗ്രസും BJPയും ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. പാനൂരിനെ സംബന്ധിച്ചിടത്തോളം പാനൂരിന്റെ വിവിധയിടങ്ങളിൽ, പാനൂർ, കൂത്തുപറമ്പ്, കൊളവള്ളൂർ ഭാഗങ്ങളിൽ വിവിധയിടങ്ങളിൽ ബോംബ് ശേഖരമുണ്ട് എന്ന സംശയം പോലീസിനുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗമാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ക്വാഡ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തുകയാണ്. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തകരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നവർ ആവർത്തിക്കുമ്പോഴും അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഫെലിക്സ് ദയവായി